ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വോളിയം ബേസിസിൽ ബുള്ളിഷ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം ടോപ്പ് ബ്രോക്കറേജസ് ഹൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ രാം മന്ദിർ ബേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ സെക്ടറാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബുള്ളിഷ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള വോളിയം ബേസിൽ ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. അപ്പോൾ 7 ഡേയ്സിൽ വോളിയം ബ്രേക്കൗട്ട് നല്ല ബുള്ളിഷായിട്ട് വന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നു. സോ IRCTC തന്നെയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ റെയിൽവേ വീഡിയോസിലും പറഞ്ഞു, അതുപോലെ ബഡ്ജറ്റ് എലക്ഷൻ എല്ലാത്തിലും ഇമ്പാക്റ്റ് തരുന്ന ഒരു നല്ല ട്രെൻഡിങ് സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ് IRCTC. ആൻഡ് രാം മന്ദിർ സ്റ്റോക്കിലും ഈ ഒരു സ്റ്റോക്ക് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. കാരണം ടിക്കറ്റ് ബുക്കിംഗ് പാക്കേജസ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ കറണ്ട്ലി 1027 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1700 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 17% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റോക്കാണ് കോൾ ഇന്ത്യ. സോ കോൾ ഇന്ത്യയും നല്ല ഉയരാനായിട്ട് സാധ്യതയുണ്ട്. ലാസ്റ്റ് 1 ഡേയിൽ ഹൈ വോളിയം ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് കറണ്ട്ലി ഇപ്പോൾ 399 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 450 ബ്രേക്ക് ചെയ്ത് 500 വരെ പോകാൻ സാധ്യതയുണ്ട്. 14% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. തേർഡ് സ്റ്റോക്ക് MMTC. സോ MMTC 74 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. ഒരു മോർബോസു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് മോർബോസു ക്യാൻഡിൽ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ലേണിംഗ് വീഡിയോസിൽ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇടാം. ഓരോ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു മോർബോസു ക്യാൻഡിൽ ആ ഒരു നെയിം കിട്ടിയത്, ഇതെല്ലാം നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക ബിഗിനേഴ്സ്. സോ ഈ MMTC ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ 74 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സൂൺ 100 റുപ്പീസ് ആണുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ സൂൺ 100 റുപ്പീസ് ആവുന്ന വേറെ നല്ലൊരു സ്റ്റോക്കാണ് സ്പൈസ് ജെറ്റ്. ഇതും രാം മന്ദിർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കും, റെയിൽവേസ് അതുപോലെ എയർവേസ് എല്ലാം തന്നെ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. അതിൽ സ്പൈസ് ജെറ്റ് ഇപ്പോൾ 64 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 100 റുപ്പീസ് റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റോക്ക് 27 റുപ്പീസിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 64 വരെ എത്തിക്കഴിഞ്ഞു. സോ വേഗം തന്നെ 100 റുപ്പീസ് എത്തുന്നതായിരിക്കും. 54% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വോളിയം ബേസിൽ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് മഹാനഗർ ടെലിഫോൺ. ഓക്കെ, MTNL. സോ 37 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 39 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 50 റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. സോ 27 to 33% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു MTNL. ദെൻ JP Associates നെക്സ്റ്റ് സ്റ്റോക്ക്. ഇതെല്ലാം വോളിയം ബേസിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജയപ്രകാശ് അസോസിയേറ്റ്സ് 20 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 21 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 36 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ പ്രൈസ് വൈസ് നോക്കിയാൽ ഈ ഒരു സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. പക്ഷേ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 74% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഉണ്ട്, ചാനൽ എല്ലാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ ടെക്നിക്കലി പോസിറ്റീവായിട്ട്, പിന്നെ വോളിയം നല്ല ബ്രേക്ക് ആവുന്നുണ്ട്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് തരും. സോ ഇത് നമ്മൾ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ടെക്നിക്കൽ ആ ഒരു വോളിയം നല്ല ബ്രേക്കൗട്ട് തന്നിട്ടുള്ള എന്ന് പറഞ്ഞിട്ടാണ്, ആ ഒരു ബേസിസിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യുക, നല്ല ബുള്ളിഷ് ആണുള്ള സാധ്യത ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത്
ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SCI 184 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 186 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 200 വരെ ടാർഗറ്റ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതല്ലാതെ ഒത്തിരി ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, ബട്ട് 200 ഫസ്റ്റ് അച്ചീവ് ചെയ്യട്ടെ. ഇതേപോലത്തെ ഒരു സ്റ്റോക്കാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് 5 ഡേയ്സിൽ 52% വരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ഇതുപോലെ ഒരു കുറഞ്ഞ ടാർഗറ്റ് പറഞ്ഞു, പക്ഷെ അതിന് മുകളിലൊക്കെ ആ സ്റ്റോക്ക് വേഗം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 200 നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പറയാം. ബട്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് 200-ന് മുകളിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 6 സ്റ്റോക്കിലാണ് ഈ ഒരു ബുള്ളിഷ് വോളിയം ബ്രേക്ക്ഔട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 7 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഈ ഒരു MCXൻ്റെ കാര്യം പറഞ്ഞിരുന്നു, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച്. സോ 3 to 4 വീക്സ് വരെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5paisa.com റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 3207 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3400 to 3550 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് 3000 വെക്കാനും ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. IDFC, ഓക്കെ, IDFC ഫസ്റ്റ് ബാങ്ക് സൂൺ 100 ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ റൈറ്റ്സ് ആണ് തേർഡ് സ്റ്റോക്ക്. സോ റൈറ്റ്സ് 629 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ്സ് നല്ല ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് 650 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ BPCL 483 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 540 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 464 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓയിൽ ഇന്ത്യ 420 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 450 to 470 അല്ലെങ്കിൽ 490 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ബട്ട് ആദ്യം നമുക്ക് 450 470 സെക്കൻഡ് ടാർഗറ്റ് വെക്കാം. അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ 490 വരെ പോകാൻ സാധിക്കും. 3 to 4 വീക്സ് വരെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 18% വരെ റിട്ടേൺസ് തരും. 380 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ ന്യൂ ഇന്ത്യ അഷുറൻസ് 240 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 287 പോകാൻ സാധ്യതയുണ്ട്. 270 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 280 ആ ഒരു റേഞ്ചിൽ പോകും. സോ 18% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ദെൻ PNB ഹൗസിംഗ് ഫിനാൻസ് 872 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1015 to 1045 19% വരെ ഉയരുമെന്നാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ടോപ്പ് ബ്രോക്കറേജസിൽ ഈ 7 സ്റ്റോക്കിലാണ് മേജറായിട്ട് വരുന്നത്. സോ രാം മന്ദിർ സ്റ്റോക്സ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വീണ്ടും പറയുന്നു മാത്രം. ഓക്കെ, സോ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ഹിന്ദു ക്ഷേത്രം അയോധ്യ രാമക്ഷേത്രം വന്നത് ഈ ഏതൊക്കെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിന് ബെനിഫിഷ്യൽ ആകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ടൂറിസം തന്നെയാണ്. സോ ആ ഒരു ക്ഷേത്രം കാണാനായിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ തീർച്ചയായിട്ടും പോകും. സോ അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കുകൾ, ട്രാവൽ ബേസ് ചെയ്ത് വരുന്ന സ്റ്റോക്കുകൾ, ഹോട്ടൽ സെക്ടേഴ്സ്, അതുപോലെ സർവീസസ് ഒക്കെ, ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ റെയിൽവേസ്, എയർവേസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടിക്കറ്റ് ബുക്കിംഗ്, ഫ്ലൈറ്റ് ബുക്കിംഗ് ഒക്കെ അതിന് വേണ്ടിയിട്ട്, അതുപോലെ ഹോട്ടൽസ് മെയിനായിട്ട് നോക്കിയാൽ സ്റ്റേയിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ FMCG സ്റ്റോക്കുകൾ, ഹോസ്പിറ്റാലിറ്റി കമ്പനീസ്, പിന്നെ ട്രാവൽ ആൻസിലറീസ് നമ്മൾ പറഞ്ഞു, സിമെൻറ്റ് മേക്കേഴ്സ്. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ. സോ അതിൽ ഫസ്റ്റ് IRCTC നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്ക് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് തന്നെ 1200 വരെ 16 to 17% ഉയരാൻ, ഒട്ടുമിക്ക സ്റ്റോക്കുകളും 16 to 17% റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. സോ അതും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ RVNL റെയിൽവേ സെക്ടറിൽ പറയുകയാണെങ്കിൽ RVNL
320 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 360, 370 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇർക്കോൺ ഇന്റർനാഷണൽ 267 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 300 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 റെയിൽവേ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക, നല്ല കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എയർവേസ് പറയുമ്പോൾ ഇൻഡിഗോ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇൻഡിഗോ 15% കയറാൻ. അതുപോലെ സ്പൈസ് ജെറ്റ് നേരത്തെ പറഞ്ഞു സൂൺ 100 ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഹോട്ടൽസ് കോൺട്രാക്ട്സ് സൈൻ ചെയ്തിരിക്കുകയാണ് അയോധ്യയിൽ. അത് 2027 ഓപ്പറേഷനിലാകും. അതുമാത്രമല്ല ITC ഹോട്ടൽസ് പിന്നെ ഓയോ റൂംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. 1000 ഹോട്ടൽ റൂംസ് അയോധ്യയിൽ ആഡ് ചെയ്യുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഏഷ്യ, അതുപോലെ ദേവയാനി ഇന്റർനാഷണൽ, ജൂബിലൻ ഫുഡ്സ് പുതിയ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. ബർഗർ കിങ്ങിൻ്റെ സ്റ്റോർ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ഇൻഡിഗോ ഡയറക്റ്റ് ഫ്ലൈറ്റ് അനുവദിച്ചിരിക്കുകയാണ്. അയോധ്യയ്ക്ക് ഡൽഹി, അഹമ്മദാബാദ്, മുംബൈയിൽ നിന്നും. അതുപോലെ എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്രം ബംഗളൂർ, കൊൽക്കത്ത ആൻഡ് ഡൽഹി. സ്പൈസ് ജെറ്റും അതുപോലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. IRCTC 4 പാക്കേജസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ EIH ലിമിറ്റഡ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമേഴ്സ്, വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പിന്നെ സഫയർ ഫുഡ്, FMCG സ്റ്റോക്കിലെല്ലാം നല്ല വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ്, ഓക്കെ, ഇതെല്ലാം നല്ല വരാനുള്ള സാധ്യതയുണ്ട്. സർവീസസിൽ എസ്പെഷ്യലി ഈ ഒരു ഈസി മൈ ട്രിപ്പ് ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി 46 റുപ്പീസ് ബ്രേക്ക് ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് ഈസ് മൈ ട്രിപ്പ്. ഓക്കെ 46 റുപ്പീസിൽ ഇപ്പോൾ ഇരിക്കുന്നു. ഈ 60 ബ്രേക്ക് ചെയ്യൽ 80 ആ ഒരു റേഞ്ചിലേക്ക് പോകും. 72%, 28 to 72% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 25 നിന്ന് ഇപ്പോൾ 46 എത്തി. ഇനിയിപ്പോൾ 80 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ്, ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള മിക്ക സ്റ്റോക്കിലും ഈ ഒരു സ്റ്റോക്ക് 756 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 880 പോകാൻ സാധ്യതയുണ്ട്. 16% ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ EIH നമ്മൾ പറഞ്ഞു, EIH ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 293 ട്രേഡ് ചെയ്യുന്നു. 340, 16% വരും. ലെമൺ ട്രീ ഹോട്ടൽസ് 150 വേഗം ഉയരാൻ സാധ്യതയുണ്ട്. 13% പോകും. മഹീന്ദ്ര ഹോളിഡേയ്സ് 399 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 520 വരെ പോകും. 30% ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസ് 479, 530 വരെ പോകാൻ സാധ്യതയുണ്ട്. 11% ഉയരാൻ സാധ്യതയുണ്ട്. ഇത്രയും സ്റ്റോക്കുകൾ. പിന്നെ ഓയോ റൂംസ്, ഓക്കെ, ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, FMCG, സിമെൻറ്റ്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, എയർലൈൻസ് ഒക്കെ ഈ ഒരു ന്യൂസിലൂടെ ഈ ഒരു ടെമ്പിൾ ക്ഷേത്രത്തോടെ എന്ത് ചെയ്യുന്നു, ഉയരാൻ സാധ്യതയുള്ള സെക്ടേഴ്സാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.